ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ അവധിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഓണമൊക്കെ വരെയല്ല, അതുകൊണ്ട് അത്തമൊക്കെ വന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി പറക്കി വെച്ചു കേട്ടോ. പൊടികളിടുന്ന എല്ലാ പാത്രങ്ങളും മിക്സിയുടെ ജാറും എല്ലാം കഴുകി ഒന്ന് പറക്കി വെച്ചു കേട്ടോ. എല്ലാം അടിച്ചു വാരി തുടച്ചിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടു. പിന്നെ അമ്മച്ചി അത്തപ്പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള തറ കെട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ കാണുന്നത്. ഇനിയിപ്പോൾ നാളെ എൻ്റെ അത്താണല്ലോ, ചൊവ്വാഴ്ച. അപ്പോൾ ആ അത്തപ്പൂക്കളിടാൻ വേണ്ടിയിട്ട് തറയൊക്കെ കെട്ടി. അരുണിൻ്റെ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളമൊക്കെ മാറ്റുക കേട്ടോ. അത് ഇച്ചിരി കലങ്ങിയുണ്ട്, അപ്പോൾ അത് മാറ്റി കളയാം. അതിലുള്ള മീനുകളൊന്നും കാണുന്നില്ല കേട്ടോ. ചത്തു പോയേക്കണയാണോ എന്ന് അറിയില്ല. ചത്തു പോയത് കണ്ടില്ലായിരുന്നു. മീനൊക്കെ കിളികളെന്താണ്ടൊക്കെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. ഒറ്റ മീനും ഇല്ല. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മച്ചും പെണ്ണൊക്കെ റെഡിയായി, ഞാനും റെഡിയായി. അവന് റെഡി ആവാനുള്ളൂ. അരുണ് പിന്നെ എല്ലാ തവണയും ലാസ്റ്റാണ് റെഡി ആവുള്ളൂ. മുത്തൊക്കെ റെഡിയായി ഓട്ടോറിക്ഷ പോകാൻ വൈകുന്നേരമായിട്ടാണ് കല്യാണം. ഫംഗ്ഷൻ ചെറുക്കൻ്റെ കല്യാണമാണ്. അപ്പോൾ വൈകുന്നേരമായിട്ടാണ് ഫംഗ്ഷൻ. വേങ്ങൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഓട്ടോറിക്ഷ പറഞ്ഞു. പിന്നെ ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയിൽ പോയിട്ട് അപ്പോഴേക്കും സന്ധ്യ 7 മണിയായപ്പോൾ കേട്ടോ ഞങ്ങൾ ചെന്ന. 6 മണിയാകുമ്പോഴാണ് പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ 7 മണിക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ ചെന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു വീഡിയോസൊക്കെ ഞാൻ പയ്യെ എടുത്തോളൂ. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അവിടെ ഫ്രൈഡ് റൈസും ചിക്കനും കപ്പയും മീനും മസാല ദോശയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് എടുക്കുന്നതിൻ്റെ വീഡിയോ കഴിക്കുന്ന സമയത്ത് എടുക്കാൻ മറന്നു. അതുകഴിഞ്ഞിട്ട് പിന്നെ ഓർത്തെ. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഐസ്ക്രീം ഞാൻ ഒരെണ്ണം കഴിച്ചു. പെണ്ണിന് കൊടുത്തില്ല കേട്ടോ. അവൾക്ക് നാളെ പരീക്ഷയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജലദോഷം ഇച്ചിരി ഉണ്ട്. അപ്പോൾ എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പനിച്ചാലോ എന്ന് ഓർത്തിട്ട് പിന്നെ കൊടുത്തില്ല. പിന്നെ സ്റ്റേജിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും പോന്നു. പിന്നെ പോരാൻ നേരത്ത് ഞങ്ങൾ പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചാൽ അവിടെ ജ്യൂസിൻ്റെ കൂടെ തന്നെ പരിപ്പോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാവും മുത്തും പിന്നെ ആ ജ്യൂസിൻ്റെ അടുത്തൊന്നും മാറണ്ടായില്ല കേട്ടോ. ആദ്യം ഒരു ജ്യൂസ് കുടിച്ചു, പിന്നെയും ചെന്ന് ജ്യൂസ് കുടിച്ചു. അവിടെ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, പേരക്കയുടെ ജ്യൂസാണ്, പലതരത്തിൽ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ പോരാൻ നേരത്ത് പിന്നെ ഒരു ചെറിയ അവർ നാലുപേരും അമ്മച്ചിയുടെയും അരുണിൻ്റെയും മുത്തും പെണ്ണും കൂടി കൊണ്ട് ചെറിയൊരു വീഡിയോസ് കൊടുത്തു. അവിടുത്തെ ഡെക്കറേഷൻ്റെ ഒക്കെ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഒരു 8 മണി ആകുമ്പോഴേക്കും തന്നെ ആ ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ച് പോന്നു കേട്ടോ. വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല. ഓട്ടോറിക്ഷയ്ക്ക് തിരിച്ച് പോന്നു. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാനും അരുണും കൊച്ചായിട്ടുള്ള ചെറിയൊരു വീഡിയോ കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടു. പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു. പിന്നെ വീട്ടിൽ വിശക്കണമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവിടുന്ന് വേറെ കുറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ നല്ല ദാഹമുണ്ട്. പിന്നെ അരുൺ പോയി ഒരു സോഡ കുടിച്ചിട്ട് സോഡയും കുടിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി കേട്ടോ.